നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 18-ന് വിധി പറയും. തന്ത്രിക്കെതിരെ നിർണായക തെളിവുകളാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായനികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപമുണ്ടെന്നും SIT കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഭാര്യയുടെ പേരിൽ 62 ലക്ഷവും തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയുടെയും നിക്ഷേപമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നിർണായക തെളിവുകളാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ എതിർത്ത SIT കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷവും തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും നിക്ഷേപമുണ്ട്. കുന്നത്തുകളത്തിൽ ഫിനാൻസ് സ്ഥാപനത്തിൽ വൻ നിക്ഷേപം ഇവർക്കുള്ളതായും കണ്ടെത്തലുണ്ട്. 2024-25 സാമ്പത്തിക വർഷം 7 ലക്ഷത്തിലധികം രൂപ തന്ത്രി കൈപ്പറ്റിയതായാണ് SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തന്ത്രി പൊതുസേവകൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുമെന്നും പ്രത്യേക അന്വേഷണ സംഘം. 2004 മുതൽ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ട്. ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപം തന്ത്രിക്കും ഭാര്യയ്ക്കുമുണ്ട്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ദൃഢമെന്നും SIT. അടച്ചിട്ട കോടതിയിലായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നാണ് പ്രതിഭാഗം വാദം. വൈക്കം ക്ഷേത്രത്തിലെ ഉൾപ്പെടെ കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വാദം. ഇരു കേസുകളിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വാദം കേട്ട കോടതി ഈ മാസം 18-ന് വിധി പറയും. 24 കൊല്ലം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ സ്വർണ്ണ കവർച്ച അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിജിലൻസ് DYSP CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്ന് കണക്കില്ല എന്നാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊടിമരം സ്വർണം പൂശാൻ 3 കോടി 20 ലക്ഷം രൂപ നൽകി കസ്റ്റംസിൽ 9.573 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിയത്. ഇതിൽ 9.34 ഗ്രാം കൊടിമരത്തിൽ ഉപയോഗിച്ചു. ബാക്കി വന്ന 233 ഗ്രാം സ്വർണത്തിലാണ് വ്യക്തത കുറവ്. ഇതിനു പുറമെ 6 ഭക്തർ ചേർന്ന് 412 ഗ്രാം സ്വർണവും കൈമാറി. ഈ കണക്ക് മഹസറിലുണ്ടെങ്കിലും തിരികെ രസീത് നൽകിയതായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൊടിമര പുനഃപ്രതിഷ്ഠ അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിജിലൻസ് DYSP CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തെക്കൻ മേഖല വിജിലൻസ് SPക്കാണ് മേൽനോട്ട ചുമതല. ഇതിനിടെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സിനിമാ താരങ്ങൾ സംഭാവന നൽകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ എന്നിവർ സംഭാവന നൽകി. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കിടെ തന്നെ ചോദ്യം ചെയ്യാനാണ് നീക്കമെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണത്തിലെ അന്വേഷണം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ 1 മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 കൊച്ചി. AI ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയാൻ നിയമങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. കൃത്രിമമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങളിൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തണമെന്നാണ് ഉത്തരവ്. പുതിയ IT ഭേദഗതികൾ ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അച്യുതൻ, ഈ മാസം 20 മുതൽ ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? അമൃത, നേരത്തെ തന്നെ ഈ AI ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ ദുരുപയോഗം തടയാനായി നിയമങ്ങൾ കർശനമാക്കി
കേന്ദ്ര സർക്കാർ അതായത് ഈ IT നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം കൃത്രിമമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങളിൽ അക്കാര്യം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തണം. സമൂഹ മാധ്യമങ്ങളിൽ കൃത്രിമ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഈ ഉപയോക്താവ് പ്രസ്താവന നൽകണം. ആധികാരികത ഉറപ്പാക്കാൻ ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കണം തുടങ്ങിയ നിരവധി മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പുതിയ നിയമപ്രകാരം നിയമവിരുദ്ധമായതും അശ്ലീല ഉള്ളടക്കങ്ങളും ഉള്ള അത്തരത്തിലുള്ള കണ്ടന്റുകൾ അതിനുൾപ്പെടെ നിയമ നടപടിക്ക് കാരണമാകും ഇടയാക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കരട് നിയമം നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിലും നിലവിൽ പൊതുജന അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അന്തിമ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. എന്തായാലും പുതിയ ഭേദഗതികൾ ഈ മാസം 20 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ അച്യുതൻ. മലപ്പുറം തേഞ്ഞിപ്പലത്ത് വൻ MDMA വേട്ട. 1 കിലോ MDMAയും 21 ലക്ഷം രൂപയുമായി 4 പേർ പിടിയിൽ. ചേലേമ്പ്ര സ്വദേശി ജാസിർ, പിതാവ് അസീസ്, മാതാവ് ഖമറുന്നീസ, കൂട്ടാളി സലാഹുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, എന്തെങ്കിലും വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നോ ഈ പരിശോധന? ഈ MDMA ഇവർ ഇത് വിൽക്കാനായിരുന്നോ ഇവരുടെ ഉദ്ദേശം? എന്തൊക്കെ വിവരങ്ങളാണ് നൽകാനുള്ളത്? തേഞ്ഞിപ്പലം പോലീസും ഡാൻസ് ആപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ വൻതോതിലുള്ള രാസലഹരിയുടെ വേട്ടയും 21 ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 21 ലക്ഷത്തോളം രൂപയും 1 കിലോ MDMAയും കണ്ടെടുത്തു. യൂണിവേഴ്സിറ്റിക്കടുത്ത് പെരിങ്ങോട്ടൂർ സ്വദേശിയായിട്ടുള്ള പെരിഞ്ചേരിക്കര വീട്ടിൽ അസീസിന്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ MDMA പിടികൂടിയത്. അസീസിന്റെ ഭാര്യ ഖമറുന്നീസ, കൂട്ടാളി സലാഹുദ്ദീൻ എന്നിവർ പിടിയിലായിക്കൊണ്ട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വൈകിട്ട് തുടങ്ങിയ പരിശോധനയാണ്. അതിന് നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മകൻ മുഹമ്മദ് ജാസിർ ഒളിവിലാണ്. ഈ ജാസിർ നേരത്തെയും ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പോലീസിന്റെ നോട്ടപ്പുള്ളിയാവുകയും ചെയ്താണ്. അയാളുടെ പേരിൽ മറ്റു ചില കേസുകളും ഉണ്ട്. ഈ പണത്തെ സംബന്ധിച്ച കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. MDMA വിൽപ്പന നടത്തി ലഭിച്ച തുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ഗോകുൽ കെ വേണുഗോപാൽ. കോഴിക്കോട് ചെറുവണ്ണൂരിൽ സീബ്ര ലൈനിൽ റോഡ് മുറിച്ചു കടന്ന വിദ്യാർത്ഥിയെ ഗൂഡ്സ് ഓട്ടോ ഇടിച്ചു തെറിപ്പിച്ചു. വയനാട് സ്വദേശി അലീന മേരിക്ക് ഗുരുതര പരിക്ക്. അദാനി ഗ്രൂപ്പ് നൽകിയ മാനനഷ്ട കേസിൽ മാധ്യമപ്രവർത്തകൻ രവി നായർക്ക് 1 വർഷം തടവും പിഴയും ശിക്ഷ. ഗാന്ധിനഗറിലെ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കമ്പനിയുടെ വിശ്വാസ്യത തകർക്കാനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതായിരുന്നു അദാനിയുടെ വാദം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ അവിശ്വാസ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. 118 പ്രതിപക്ഷാംഗങ്ങൾ ഒപ്പുവെച്ച നോട്ടീസ് അടുത്ത മാസം 9 പരിഗണിക്കും. അവിശ്വാസ നോട്ടീസിൽ തീരുമാനമുണ്ടാകും വരെ സ്പീക്കർ ഓം ബിർള ലോക്സഭയിലെത്തില്ല. അതേസമയം ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡോക്ടർ ശശി തരൂർ MP രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ആദ്യം സംസാരിച്ച ഡോക്ടർ ശശി തരൂർ MP കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും നടപ്പാകുന്നില്ല. കേന്ദ്രം കേരളത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. 22 ഇംസുകൾ അനുവദിച്ചിട്ടും കേരളത്തിന് ഒന്നുപോലുമില്ലാത്തത് വ്യവസ്ഥാപിതമായ അവഗണനയാണെന്നും തരൂർ. And aims that is not even a dot on a map is not institution building, it is institutional disregard. Kerala does not lack need, capacity or credibility. What it lacks, it seems, is visibility in this government's priority. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ഭരണഘടനാ അനുച്ഛേദം 94C പ്രകാരമുള്ള നോട്ടീസിൽ 118 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. രാഹുൽ ഗാന്ധി ഒപ്പുവെച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കർക്കെതിരായ നീക്കത്തിൽ നിന്നും വിട്ടുനിന്നു. സ്പീക്കർക്ക് പകരം കേന്ദ്ര സർക്കാരിനെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നാണ് തൃണമൂലിന്റെ നിലപാട്. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗിന് സമർപ്പിച്ചത്. നോട്ടീസ് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്പീക്കർ സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകി. 14 ദിവസത്തിന് ശേഷമായിരിക്കും നോട്ടീസ് പരിഗണിക്കുക. പ്രമേയം പാസാകാൻ 272 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ചരിത്രത്തിൽ ഇത് 4ാം തവണയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത്. 24 ഡൽഹി. ആത്മകഥാ വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പ്രസാധകരുടെ എക്സ് പോസ്റ്റ് പങ്കുവച്ച് നരവനെ വ്യക്തമാക്കി. പുസ്തകം വാങ്ങിയത് ആമസോണിൽ നിന്ന് എന്ന കോൺഗ്രസ് വാദത്തിന് പിന്നാലെയാണ് പ്രതികരണം. തന്റെ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെ ചൊല്ലി വിവാദം ശക്തമായതിന് പിന്നാലെയാണ് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനയുടെ പ്രതികരണം.
പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണമടക്കം പങ്കുവച്ചാണ് നിലപാടറിയിച്ചത്. അതേസമയം പുസ്തകം വാങ്ങിയത് ആമസോണിൽ നിന്നെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. പുസ്തകം ആമസോണിലാണ് ഞങ്ങൾ വായിച്ചത്. ആ ആമസോണിൽ കിട്ടിയ പുസ്തകത്തിന് ഇപ്പൊ അവർക്കെതിരെയും കേസ് എടുക്കേണ്ടി വരും. എടുക്കട്ടെ. പുസ്തകം ഓൺലൈനിൽ വാങ്ങാനുള്ള വിവരങ്ങൾ ജനറൽ എം നരവനെ തന്നെ പങ്കുവച്ചിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. Believe Mr. Narawan, he is the army chief. He has made certain statements in the book that is inconvenient for the government of India. It's inconvenient for the Prime Minister of India. പ്രസിദ്ധീകരണത്തിന് അനുമതി ലഭിക്കും മുമ്പ് പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസും കേസെടുത്തിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.